കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഹൈവേ കടന്നു നീങ്ങുന്ന കാറിനകത്ത് അയാൾ അക്ഷമനായിരുന്നു. ജനിച്ച നാടും വീടും എല്ലാം വിട്ടെറിഞ്ഞുള്ള യാത്രയാണ്. ബന്ധങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തെക്കാൾ വില പണത്തിനാണെന്ന സത്യം അരവിന്ദൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും കയ്യിലുള്ളതെല്ലാം നഷ്ടമായി കഴിഞ്ഞിരുന്നു. ഒടുക്കം മുകളിൽ ആകാശവും താഴെ ഭൂമിയും എന്ന ചിന്തപ്പാടിൽ എല്ലാം വിട്ടെറിഞ്ഞ് വരുമ്പോഴാണ് വക്കീൽ മുഖാന്തരം ഇങ്ങനെയൊരു സ്വത്തുള്ള കാര്യം ഓർമ്മ വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ടുപോയ ചെറിയച്ചൻ അയാളുടെ പേരിൽ എഴുതി വെച്ച തറവാട്ട് വീട്. രാജനഗരിയിലെ തിരക്കുകൾക്കും സൗകര്യങ്ങൾക്കും നടുവിൽ ജീവിച്ച ഒരാൾക്ക് എങ്ങനെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണാം. ഒരു വയലിൻ്റെ അതിരിലൂടെയുള്ള റോഡിലൂടെയാണ് അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അരവിന്ദൻ പതുക്കെ ഗ്ലാസ് താഴ്ത്തി പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. അകത്തെ ടെൻഷൻ തന്നെ കാരണം. പതുക്കെ സീറ്റിലേക്ക് ആഞ്ഞ് അയാൾ അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചു. അതിനും കഴിയുന്നില്ല. പുതിയ വീട്, പുതിയ നാട്, പുതിയ ആളുകൾ, പുതിയ ബന്ധങ്ങൾ, പൂർണ്ണമായ ഒരു പുനർജന്മം നടക്കുന്നത് പോലെയാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. വണ്ടിയുടെ കുലുക്കമാണ് അയാളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഒന്ന് നോക്കി ഓടിക്കടോ, അയാൾ ഡ്രൈവറോട് കയർത്തു. അത് സാറേ, നാട്ടുമ്പുറമല്ലേ, റോഡൊക്കെ കണക്കാ. നമ്മളിപ്പോൾ ചിങ്ങവളെത്തി. ഇവിടെ എങ്ങോട്ടാ സാറിന് പോകേണ്ടത്? അയാൾ വേഗം കയ്യിലിരുന്ന കടലാസ് നിവർത്തി വായിച്ചു. ഇവിടെ ഒരു സഖാവ് വിശ്വൻ മെമ്മോറിയൽ വായനശാലയുണ്ട്. അത് കഴിഞ്ഞുള്ള ആദ്യ വളവിൻ്റെ അറ്റത്താണ് വീട്. വീട്ടുപേരറിയുമോ? ചോദിക്കാൻ എളുപ്പമാണ്. തുണ്ടിപ്പറമ്പിൽ, അതാണ് വീട്ടുപേര്. പെട്ടെന്ന് വഴിയിൽ എന്തോ അരവിന്ദൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ കയറി വന്ന ഒരുതര ആവേശത്തിൽ അരവിന്ദൻ ഡ്രൈവറോട് പറഞ്ഞു, താനൊന്ന് വണ്ടി നിർത്തി. ഡ്രൈവർ വണ്ടി നിർത്തിയതും വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയ അരവിന്ദൻ വേഗം അവിടെ കണ്ട ഒരു വലിയ ആൽമരത്തിൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോഴാണ് ഡ്രൈവറും ആ മരം കാണുന്നത്. ചുറ്റും കുറ്റിക്കാടുകൾ കൊണ്ട് മൂടപ്പെട്ട് നിൽക്കുന്ന ആ മരം വഴിയിൽ നിന്ന് പെട്ടെന്ന് കാണാനൊക്കില്ല. അടുത്ത് ചെന്നാൽ അത് കാണും. മരത്തിൽ ചുവന്ന പട്ടി ചുറ്റി ഒരു കാവ് പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ മരത്തിൻ്റെ കീഴിൽ പ്രതിഷ്ഠകളോ വിളക്കുകളോ ഒന്നും കാണുന്നില്ല. കാവിന് പിന്നിൽ വളരെ ദൂരത്തിൽ നീണ്ടുകിടക്കുന്ന തരിശുഭൂമി. ഈ നാട്ടുകാര് ഇത്രയ്ക്ക് മടിയന്മാരാണോ? അത്രമാത്രം ഭൂമി കൃഷി ചെയ്യാതിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഡ്രൈവർക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും വണ്ടി നിർത്തിയത് നന്നായി. കുറച്ചു നേരമായിട്ട് അലട്ടുന്ന മൂത്രശങ്കയ്ക്ക് ഒരു പരിഹാരമായല്ലോ. അയാളും വേഗം വണ്ടി ഓഫ് ചെയ്ത് കാവിനടുത്തേക്ക് ചെന്നു. കാവിനകത്തേക്ക് കാല് വെച്ചതും മറ്റേതോ ലോകത്തേക്ക് കടന്ന പ്രതീതിയാണ് അയാൾക്ക് തോന്നിയത്. വല്ലാത്തൊരു തണുപ്പും ഉൾക്കിടിലവും രണ്ടുപേർക്കും ഒരുപോലെ അനുഭവപ്പെട്ടു. എന്തോ പന്തികേട് തോന്നിയ ഡ്രൈവർ വേഗം താൻ ഇറങ്ങിയ കാര്യം സാധിച്ച് വണ്ടിയിലേക്ക് മടങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ കണ്ട കാഴ്ച തൻ്റെ പാസഞ്ചറായ അരവിന്ദൻ ആ മരത്തിന് പിന്നിലേക്ക് നടന്നു മറയുന്നതാണ്. ഈ സമയം അരവിന്ദൻ മറ്റൊരു ലോകത്തിൽ വളരെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. നോക്കത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു വയലിൻ്റെ മുന്നിലായിരുന്നു അയാൾ. വയലിനെ രണ്ടായി പിളർന്ന് ഒരു നടുവരമ്പല്ലാതെ ഇടയ്ക്ക് മറ്റു വരമ്പുകളൊന്നുമില്ല. ആ വരമ്പിന്റെ അറ്റത്തായി സൂര്യൻ ചുവന്ന നിറത്തിൽ അസ്തമിക്കാനായി തയ്യാറെടുക്കുന്നു. അരവിന്ദൻ ഇതുവരെ അത്രയ്ക്ക് ഭംഗിയിൽ സൂര്യനെ കണ്ടിട്ടില്ല. അവിടെ ഇരുന്ന് അല്പനേരം ആ കാഴ്ച കണ്ട് ആസ്വദിക്കണമെന്ന് അയാൾക്ക് തോന്നി. അതോ സൂര്യന്റെ അടുത്തേക്ക് ചെല്ലാൻ അത് തന്നെ വിളിക്കുന്നുണ്ടോ? പെട്ടെന്ന് സൂര്യനിൽ നിന്ന് കറുത്ത പൊട്ടുപോലെ എന്തോ ഇറങ്ങി വരുന്നത് പോലെ തൻ്റെ നേർക്കാണത് വരുന്നത്. നോക്കി നിൽക്കെ ആ രൂപം പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ചുവന്ന ബ്ലൗസും വെളുത്ത മുണ്ടും മാത്രം ധരിച്ച ഒരു സ്ത്രീ. സുന്ദരിയായ അവർ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് വരികയാണ്. അരവിന്ദൻ അവരെ നോക്കി ചിരിച്ചപ്പോൾ അവർ വാ എന്ന് കൈനീട്ടി അയാളെ വിളിച്ചു. നെൽച്ചെടികളെ താലോലിച്ചുകൊണ്ട് അവയുടെ തലോടൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന ആ സുന്ദരിയുടെ വിളിയെ നിരസിക്കാൻ അരവിന്ദന് കഴിഞ്ഞില്ല. അയാൾ പതുക്കെ അതിൽ നിന്ന് ആ വരമ്പിലേക്ക് കാലെടുത്ത് വെച്ച് ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്നാണ് പിറകിൽ നിന്ന് ആരോ അരവിന്ദനെ വലിച്ച് കരയിലേക്കിട്ടത്. ഷോക്കേറ്റ പോലെ പിടഞ്ഞെഴുന്നേറ്റ് അരവിന്ദൻ കണ്ടത് തൻ്റെ ചുമലിൽ പിടിച്ചു നിൽക്കുന്ന ഡ്രൈവറെയാണ്. മുന്നിൽ താൻ കണ്ട വയലിന് പകരം ഉപയോഗശൂന്യമായി കിടക്കുന്ന ചതുപ്പ് നിലം. ഇപ്പോൾ അതിൽ മുങ്ങിപ്പോയനെ. അരവിന്ദൻ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രൈവർ പറഞ്ഞു. അരവിന്ദന് ഒന്നും മനസ്സിലായില്ല. നടന്നതൊക്കെ സ്വപ്നമോ അതോ സത്യമോ എന്ന് പോലും. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. താൻ അരമണിക്കൂറിലധികമായി ആ മരത്തിന് പിന്നിലേക്ക് പോയിട്ട്. സാറ് ആ മരത്തിന് പിറകിലേക്ക് പോയപ്പോൾ ഞാൻ കരുതി വല്ല കാര്യം സാധിക്കാനാണെന്ന്. അതുകൊണ്ടാണ് നോക്കാൻ വരാതിരുന്നത്. കുറെ നേരമായിട്ടും കാണാതായപ്പോൾ ആദ്യം ഞാൻ 2 തവണ വിളിച്ചു നോക്കി.
എന്നിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ സാർ ആ ചതുപ്പിലേക്ക് ഇറങ്ങാൻ പോകുന്നു. എൻ്റെ പൊന്നു സാറേ, സാറിന് വല്ലതും പറ്റിയ ഞാൻ കുടുങ്ങും. സാറിൻ്റെ കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്നല്ലേ എല്ലാവരും പറയൂ. അരവിന്ദൻ അത് കേട്ട് ചിരിച്ചെങ്കിലും അയാളുടെ ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. അരവിന്ദന്റെ തറവാട് വീട് കണ്ടുപിടിക്കാൻ അല്പം സമയമെടുത്തെങ്കിലും അധിക ദൂരം കറങ്ങേണ്ടി വന്നില്ല. മെയിൻ റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്കാണ് ആ വീട്. അടുത്തെങ്ങും വേറെ വീട്ടുകാരുമില്ല. അരവിന്ദൻ വരുന്ന വിവരം നേരത്തെ അറിയിച്ചിരുന്നതുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള ചില ബന്ധുക്കൾ അവിടെ വൃത്തിയാക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിരുന്നു. അരവിന്ദൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അവിടുത്തെ പഴയ കാര്യസ്ഥന്റെ മകൻ ശ്രീകുട്ടനും ഭാര്യ ലക്ഷ്മിയും. വണ്ടി വീടിന്റെ ഗേറ്റിനകത്തേക്ക് കടന്ന പാടെ അരവിന്ദൻ ആ വീട് കണ്ണിറയെ കണ്ടു. കൊള്ളാം, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇതൊന്നു മാത്രം മതി സുഖമായി ജീവിക്കാൻ. ഓടി വന്ന ശ്രീകുട്ടൻ ചോദിച്ചു, യാത്രയ്ക്ക് സുഖമായിരുന്നോ? ഓ, കുഴപ്പമില്ല. മുകളിൽ കിടപ്പുമുറി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കുളിച്ചു വരുമ്പോഴേക്കും അത്താഴം ഒരുക്കി വെക്കാം. പെട്ടികളെടുത്ത് ശ്രീകുട്ടനും ഭാര്യയും മുകളിലേക്ക് കയറി. അരവിന്ദൻ അപ്പോൾ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കണക്ക് സെറ്റിൽ ചെയ്തു. 2 അടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ കൂടാം, അയാൾ ഡ്രൈവറോട് പറഞ്ഞു. വീട്ടിൽ ഭാര്യ തനിച്ചാണ്. എത്രയും വേഗം കൊല്ലത്തെത്തണം. എങ്കിൽ പിന്നെ ഇത് കയ്യിലിരിക്കട്ടെ. അരവിന്ദൻ തന്റെ ഷോൾഡർ ബാഗിൽ നിന്ന് ഒരു ചെറിയ ഫ്ലാസ്ക് എടുത്ത് ഡ്രൈവറുടെ കയ്യിലേക്ക് കൊടുത്തു. തന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള നന്ദി എന്നതുപോലെ. വിസ്കിയാണ്. താങ്ക് യു സർ. ഡ്രൈവർ സന്തോഷത്തോടെ അതും വാങ്ങി പുറപ്പെട്ടു. ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നതാണ് അരവിന്ദൻ. മനസ്സിൽ നിന്ന് ആ സ്ത്രീയുടെ മുഖം മായുന്നില്ല. താൻ ആദ്യമായിട്ടല്ല അവരെ കാണുന്നതെന്ന തോന്നൽ അരവിന്ദന് വളരെ നേരമായിട്ടുണ്ട്. എപ്പോഴും താൻ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണെന്ന് മാത്രം ഓർമ്മ വരുന്നില്ല. അത്താഴമൊരുക്കി ശ്രീകുട്ടനും ഭാര്യയും പോയതിനാൽ ആ വലിയ വീട്ടിൽ അയാൾ തനിച്ചായിരുന്നു. ആലിനരികിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഇപ്പോഴും വളരെ വ്യക്തമായി തനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ വെറും തോന്നലായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഒട്ടും തന്നെ കഴിയുന്നില്ല. ആ ഡ്രൈവർ തന്നെ പിറകിൽ നിന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ തനിക്ക് എന്ത് സംഭവിച്ചേനെ? ചിലപ്പോൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്താനും അവരോട് സംസാരിക്കാനും കഴിഞ്ഞേനെ. അരവിന്ദൻ ആ ഡ്രൈവറോട് വല്ലാത്ത അമർഷം തോന്നി. തന്നെ ചതുപ്പിൽ മുങ്ങി താഴ്ന്നിൽ നിന്ന് രക്ഷിച്ച ആളാണെന്ന സത്യം പോലും അരവിന്ദൻ ആ സമയം വിസ്മരിച്ചുപോയി. മനസ്സ് അയാളെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അരവിന്ദൻ ഉറക്കത്തിലേക്ക് വീണു. ഈ സമയം ഡ്രൈവറുടെ വണ്ടി ആ മരത്തിനു മുന്നിലേക്ക് എത്താറായിരുന്നു. അരവിന്ദന്റെ വീട്ടിൽ നിന്നിറങ്ങി അല്പം കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ഉൾവിളി. വിസ്കിയല്ലേ കയ്യിലിരിക്കുന്നത്. മാസം ആദ്യമായതുകൊണ്ട് റോഡിൽ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. ഒരു കവിളടിച്ചാലോ? ഫ്ലാസ്കിന്റെ മൂടി തുറന്ന് വായിലേക്ക് കമത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. മുഴുവനും തീർന്നതുപോലും അറിഞ്ഞില്ല. അടിച്ച സുഖത്തിന് കുറച്ചു നേരം ഇരുന്ന് മയങ്ങിപ്പോയി. അങ്ങനെയാണ് സമയം വൈകിയത്. മദ്യമകത്തുള്ളത് കൊണ്ടാവും വല്ലാത്തൊരു ധൈര്യവും ആവേശവും. മരത്തിന്റെ മുന്നിലെത്തിയപ്പോൾ വണ്ടി സ്ലോ ചെയ്ത് അതിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കാൻ തീരുമാനിച്ചു. എന്ത് കണ്ടിട്ടാണ് സാർ ഇത്രയും നേരം അതിനകത്ത് കഴിഞ്ഞതെന്നറിയണമല്ലോ. വണ്ടി പതുക്കെ ഒതുക്കി. അതിനകത്തേക്ക് നോക്കിയ ഡ്രൈവർ ഞെട്ടിപ്പോയി. അതാ മരത്തിന് കീഴിൽ നിന്ന് പതുക്കെ അതിന്റെ പിന്നിലേക്ക് നടക്കുന്ന അരവിന്ദൻ. താൻ ഇന്ന് വൈകിട്ട് കണ്ട അതേ രംഗം തന്നെ. ഡ്രൈവർക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ വണ്ടിയുടെ മുൻഭാഗം ആ മരത്തിന്റെ നേരെ തിരിച്ച് ഹെഡ്ലൈറ്റ് ബ്രൈറ്റിലിട്ടു. ആ പ്രകാശം അടിച്ചപ്പോൾ അലോസരത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കിയ അരവിന്ദൻ വേഗം മരത്തിന്റെ പിന്നിലേക്ക് തന്നെ മറഞ്ഞു. ഡ്രൈവർ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നെങ്കിലും അവിടെ ആരെയും കണ്ടില്ല. ഈ സമയം എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നതാണ് അരവിന്ദൻ. നോക്കിയപ്പോൾ തന്റെ കട്ടിലിന്റെ കാൽക്കിലിരുന്ന് ആരോ കരയുന്നു. വേഗം എഴുന്നേറ്റ് ലൈറ്റ് ഇടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കാൽക്കലിരുന്ന് കരയുന്ന രൂപം പതുക്കെ അരുതെന്ന അർത്ഥത്തിൽ അരവിന്ദന്റെ കാലിൽ കയറി പിടിച്ചു. മുറിക്കകത്താകെ വല്ലാത്ത ഭീകരത തളം കെട്ടി നിൽക്കുന്നത് പോലെ. അത് പതുക്കെ അരവിന്ദനെ തലയുയർത്തി നോക്കി. അയാൾ നേരത്തെ കണ്ട സ്ത്രീരൂപമായിരുന്നു അത്. ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണെങ്കിലും അവളുടെ കണ്ണീര് കണ്ടപ്പോൾ അരവിന്ദൻ പതുക്കെ അടുത്തേക്ക് ചെന്നിരുന്നു. ആരാണ് നീ? ഭയം കൊണ്ട് ഇടറുന്ന ശബ്ദത്തിൽ അരവിന്ദൻ ചോദിച്ചു. മറുപടിയായി ഉള്ളിൽ അടക്കപ്പിടിച്ച ഏങ്ങലുകൾ മാത്രം. വല്ലാത്തൊരു വാത്സല്യത്തോടെ ആ സ്ത്രീ അരവിന്ദന്റെ തലമുടിയിലും നെറ്റിയിലുമൊക്കെ തഴുകാൻ തുടങ്ങി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അരവിന്ദൻ അതെല്ലാം ആസ്വദിച്ച് കണ്ണുകളടച്ച് പതുക്കെ കട്ടിലേക്ക് കിടന്നു. എന്നെ നിങ്ങൾക്കറിയുമോ? അരവിന്ദൻ അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ആ ചോദ്യം കേട്ടതും ആ സ്ത്രീ തന്റെ കൈ പിൻവലിച്ചു. കാരണമറിയാൻ കണ്ണു തുറന്നു നോക്കിയ അരവിന്ദൻ കണ്ടത് താൻ നേരത്തെ കണ്ട കണ്ണീരണിഞ്ഞ് തന്നെ തഴുകിയ സുന്ദരിയെയല്ല. പ്രതികാരത്തിന്റെ തീ പറക്കുന്ന കണ്ണുകളുമായി ക്രോധത്തോടെ തന്നെ നോക്കുന്ന കാളീരൂപത്തെയാണ്. ഞെട്ടലോടെ മറ്റൊരു കാര്യം കൂടി അരവിന്ദൻ അപ്പോൾ മനസ്സിലാക്കി. താനിപ്പോൾ ആ മുറിയിലോ തന്റെ പുതിയ വീട്ടിലോ അല്ല, ആ ആൽമരത്തിന്റെ ചോട്ടിലാണ്. മുന്നിൽ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആ സ്ത്രീയും.
അവളുടെ അഴിച്ചിട്ട മുടിക്ക് പിന്നിലായി ഒരു ചുവന്ന പ്രകാശം ഉയർന്നു വരുന്ന പോലെ. പതുക്കെ അവളുടെ മുഖത്ത് ആണി അടിച്ച പോലെ ചോര തിണർത്തു വരുന്ന പാടുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മനോഹരമായ അവളുടെ ചുണ്ടുകൾ വിണ്ടുകീറിക്കൊണ്ട് വായിൽ നിന്ന് 2 ദ്രംഷ്ടകൾ നീണ്ടു പുറത്തേക്ക് വന്നു. പെരുവിൽ നിന്ന് തുടങ്ങുന്ന ഒരു തരം വിറയൽ അരവിന്ദന്റെ ശരീരമാസകലം പടർന്നു കഴിഞ്ഞിരുന്നു. 1 ഇഞ്ച് പോലും അനങ്ങാനോ ഒന്ന് വാ തുറന്ന് നിലവിളിക്കാനോ പോലും അയാൾക്ക് സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ സ്ത്രീ തന്റെ നീണ്ടുകൂർത്ത നഖങ്ങളുള്ള കൈകൾ കൊണ്ട് അരവിന്ദനെ തള്ളി താഴേക്ക് കിടത്തി. എന്നിട്ട് അവർ അരവിന്ദന്റെ നെഞ്ചിൽ കയറിയിരുന്ന് ഭയത്തോടെ മുഖം തിരിച്ച അരവിന്ദന്റെ തല നേരെ പിടിച്ചിട്ട് പറഞ്ഞു, എന്തിന് നീ ഈ കാഴ്ച കണ്ട് ഭയക്കുന്നു? നീയല്ലേ ഇതിനൊക്കെ കാരണം? ആ സ്ത്രീയുടെ കണ്ണുകൾ തുറിച്ച് പുറത്തേക്ക് ചാടാൻ പോകുന്ന പോലെ തോന്നി. കൂരിരുട്ടിന്റെ നിറമാണെങ്കിലും ശരീരത്തിലെ പരിക്കിന്റെയും ആണി അടിച്ച പോലുള്ള ഓട്ടകളുടെയും പാടുകൾ കൃത്യമായി കാണാമായിരുന്നു. വല്ലാത്തൊരു ഭാവത്തോടെ തന്റെ നഖങ്ങൾ കൊണ്ട് അരവിന്ദന്റെ കഴുത്തിലും നെഞ്ചിനുമൊക്കെ തഴുകുകയായിരുന്നു അവർ. അപ്പോൾ ഏരിയെ കൊല്ലും മുമ്പ് വേട്ടമൃഗം കാട്ടുന്ന പോലെയുള്ള ക്രൂര വിനോദം പോലെ. അരവിന്ദന് അവർ പറഞ്ഞൊന്നും മനസ്സിലായില്ല. ചെറുപ്പത്തിൽ അമ്മ പഠിപ്പിച്ചെന്ന് ദുർഗാമന്ത്രം ഓർത്തെടുക്കുന്ന തിരക്കിലായിരുന്നു അയാൾ. പേടി തോന്നുമ്പോൾ അത് ചൊല്ലിയാൽ മതിയെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നെഞ്ചിലൂടെ ആ കൂർത്ത നഖങ്ങൾ ഓടി നടക്കുമ്പോൾ എങ്ങനെയത്? ഓം സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേ ഭയസ്ഥാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഒരു വിധത്തിലാണ് അരവിന്ദൻ അത് ഓർത്തെടുത്ത് പറഞ്ഞത്. ഇറുക്കി അടച്ച കണ്ണുകൾ പതുക്കെ തുറന്നു നോക്കിയപ്പോൾ മുകളിൽ കറങ്ങുന്ന ഫാൻ മാത്രം. ഇതേ സമയം തന്റെ പിറകിൽ നിന്ന് പലതവണ ഡ്രൈവർ വിളിച്ചു നോക്കി. 2 തവണ അവിടെ ചുറ്റും നടന്നു നോക്കി. അരവിന്ദന്റെ പൊടി പോലുമില്ല. ഇനിയിപ്പോൾ തനിക്ക് അങ്ങനെ വല്ലതും തോന്നിയതായിരിക്കുമോ? സംശയത്തോടെ അയാൾ കാറിലേക്ക് കയറാനായി ചെന്നു. വണ്ടിയുടെ ഡോർ തുറന്നതും ആരോ പുറകിൽ നിന്ന് അയാളെ നീട്ടി വിളിച്ചു. ഡ്രൈവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് ആ മരത്തിന്റെ മറവിലേക്ക് നീങ്ങുന്നു. ഓഹോ, ഇവിടെ ഇതായിരുന്നു പരിപാടി. മരത്തിന്റെ മറവിൽ അയാളെയും കാത്ത് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപാടെ ഡ്രൈവറുടെ സകല സംശയവും മാറി. ഇതത് തന്നെ. പഴയകാല സ്ത്രീകളെ പോലെ ഒരു മുണ്ട് മാത്രം എടുത്ത് മുകളിൽ മറ്റു തുണികളില്ലാതെ ബ്ലൗസ് മാത്രമായിരുന്നു അവളുടെ വേഷം. നല്ല ഒത്ത ശരീരമുള്ള ഒരു സുന്ദരി പെണ്ണ്. അതിലും സൗന്ദര്യമുള്ള ചിരി കൊണ്ടാണ് അയാളെ വരവേറ്റത്. മറ്റേയാളെവിടെ? ഡ്രൈവർ ഉദ്ദേശിച്ചത് നേരത്തെ അവിടെ കണ്ട അരവിന്ദന്റെ കാര്യമാണ്. അയാൾ പോയി. അവൾ നാണത്തോടെ പറഞ്ഞു. ഇനി എന്നെയും കൂടി താങ്ങൂ? പിന്നെന്താ? അവൾ ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പിന്നാലെ ആ ഡ്രൈവറും. ഇവിടെ നിലത്ത് കിടക്കണോ അതോ എൻ്റെ വീട്ടിൽ കിടന്നാൽ മതിയോ? കൊഞ്ചിക്കൊണ്ട് തന്നെ അവൾ ചോദിച്ചു. നിന്റെ വീട് ഇവിടെ അടുത്താണോ? വരൂ, കാട്ടിത്തരാം. അവൾ ചാടി എഴുന്നേറ്റ് അയാളുടെ കൈയും പിടിച്ച് നേരെ ചതുപ്പിലേക്ക് ഇറങ്ങി. അവളുടെ മായിക വലയത്തിൽ വീണുപോയ ഡ്രൈവർ താനിപ്പോൾ ചതുപ്പിൻ്റെ ആഴങ്ങളിലേക്കാണ് നടന്നിറങ്ങുന്നതെന്ന് സത്യം അയാൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. അല്പം നടന്നു കഴിഞ്ഞപ്പോൾ അവൾ അയാളുടെ കൈ വിട്ടുകൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്. പെട്ടെന്ന് സ്ഥലകാലബോധമുണ്ടായ ഡ്രൈവർ ചുറ്റും നോക്കി. ചതുപ്പിലാണ് നിൽക്കുന്നതെന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും അയാളുടെ അരവരെ ചതുപ്പിൽ താഴ്ന്നു കഴിഞ്ഞിരുന്നു. ഇത് വേദനയോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ വിളിച്ചു പറഞ്ഞു, അതെ, എല്ലാവരും കൂടി എനിക്ക് ഒരുക്കി തന്ന എൻ്റെ ശവക്കുഴി, അതാണ് എനിക്കിപ്പോൾ വീട്. അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചും കൊണ്ട് പറഞ്ഞു. കരിക്കട്ടയുടെ നിറമുള്ള ഒരു ഭീകര രൂപമായിരുന്നു ഇപ്പോൾ അവൾ. ദേഹമൊട്ടാകെ പരിക്കുകളും വസൂരിക്കല പോലെ ചോരയൊലിക്കുന്ന പാടുകളും. പെട്ടെന്ന് തൻ്റെ വലതുകാൽ ഉയർത്തി അവൾ അയാളുടെ നെഞ്ചുവരെ ചതുപ്പിലേക്ക് ചവിട്ടി താഴ്ത്തി. പതുക്കെ ആ ചതുപ്പിന് മുകളിൽ ഇരുന്ന ശേഷം അവൾ അയാളോട് പറഞ്ഞു, നീ ഇന്ന് വന്നത് എൻ്റെ ഈ കാവിലേക്കാണ്. എൻ്റെ കാവിൽ വരുന്നതെന്തും എനിക്കുള്ളതാണ്. കാലങ്ങളായി ഞാൻ കാത്തിരുന്ന ഒരാളെയാണ് നീ ഇന്ന് എന്നിൽ നിന്ന് മടക്കിക്കൊണ്ടുപോയത്. അവന് പകരം ഇന്ന് എനിക്ക് നിന്നെ വേണം. ഭീകരമായ രീതിയിൽ വാപ്പിളർത്തിയ അവൾ തൻ്റെ നീണ്ട ദ്രംശകൾ കൊണ്ട് അയാളുടെ കഴുത്തിലെ ഞരമ്പുകൾ കോർത്തെടുത്തു. ഈ സമയമൊന്നും നിലവിളിക്കാൻ പോലുമാകാതെ വിട്ടുപോകുന്ന പ്രാണനെ ഓർത്ത് കേഴാനേ ആ പാവം ഡ്രൈവർക്ക് സാധിച്ചുള്ളൂ. പിറ്റേന്ന് രാവിലെ ആ പ്രദേശത്ത് ആകമാനം ആ വാർത്ത പരന്നു. മറുതക്കാവിൽ നിന്ന് ഒരാളുടെ ജഡം കൂടി കണ്ടുകിട്ടിയിരിക്കുന്നു.